ഒരുമനയൂർ ശാഖ റോഡിൽ ഉഗ്രശബ്ദത്തോടെ പൊട്ടിത്തെറി. പോലീസും ബോംബ് സ്ക്വാഡും സ്ഥലത്ത് പരിശോധന നടത്തി. സംഭവവുമായി ബന്ധപ്പെട്ട് യുവാവ് കസ്റ്റഡിയിൽ. കൊടുങ്ങല്ലൂർ SNDP നാരായണമംഗലം ശാഖയ്ക്ക് നേരെ ആക്രമണം. ഓഫീസിലെ ഗുരുദേവ ചിത്രവും ജനൽ ചില്ലുകളും തകർത്തു. കൈപ്പമംഗലം കൂരിക്കുഴി കമ്പനിക്കടവിൽ മത്സ്യബന്ധനത്തിനിടെ വള്ളം മറിഞ്ഞ് 3 തൊഴിലാളികൾക്ക് പരിക്കേറ്റു. കൊടുങ്ങല്ലൂരിൽ എഞ്ചിൻ നിലച്ച് കടലിൽ കുടുങ്ങിയ മത്സ്യബന്ധന വള്ളത്തിലെ 50ഓളം തൊഴിലാളികളെ രക്ഷപ്പെടുത്തി. ചാലക്കുടി ഇറിഗേഷൻ പദ്ധതിയിലെ വലതുകര മെയിൻ കനാലിൽ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടുന്നു. ദുർഗന്ധത്താൽ പൊറുതിമുട്ടി ആളുറുച്ചാൽ പാലക്കുഴി പ്രദേശവാസികൾ. തുമ്പൂർമൊഴി DMCയുടെ മഴയാത്രയ്ക്ക് തുടക്കമായി. മൺസൂൺ കാലഘട്ടത്തിൽ ഷോളയാർ വനമേഖലയിലേക്ക് നടത്തുന്നതാണ് മഴയാത്ര. നമസ്കാരം. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. ഒരുമനയൂർ ശാഖ റോഡിൽ ഉഗ്രശബ്ദത്തോടെ പൊട്ടിത്തെറി. സംഭവവുമായി ബന്ധപ്പെട്ട് സമീപവാസിയായ ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കാളത്തോട് സ്വദേശിയും വർഷങ്ങളായി ഒരുമനയൂരിൽ താമസിക്കുന്ന ചേക്കുവീട്ടിൽ ഷെഫീഖ് എന്ന മസ്താൻ ഷെഫീഖിനെയാണ് കസ്റ്റഡിയിലെടുത്തത്. ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് 2:30യോടെയാണ് നാട്ടുകാരെ പരിഭ്രാന്തിക്കിടയാക്കിയ സംഭവം നടന്നത്. ഉഗ്രശബ്ദത്തോടെയുള്ള പൊട്ടിത്തെറി കേട്ട് സ്ഥലത്തെത്തിയ നാട്ടുകാർ പൊട്ടിത്തെറിച്ച ഗുണ്ടിന്റെ തിരി ഉൾപ്പെടെയുള്ള അവശിഷ്ടങ്ങളാണ് കണ്ടത്. ഇവിടെ നമുക്കൊരു 2:30 എനിക്ക് ഫോൺ വന്നതാണ്. ഫോൺ വന്ന് ഓടി വന്ന് നോക്കുമ്പോൾ ഇവിടെ നിറച്ച ആൾക്കാരായിരുന്നു. നോക്കുമ്പോൾ ഒരു സാധനം പൊട്ടി വളരെ ഭീകരമായ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചു. അവിടെ ഇവിടുത്തെ പരിസര കുട്ടികളൊക്കെ നിലവിളിച്ച് അവരുടെ അമ്മമാരെ കെട്ടിപ്പിടിച്ച് കരയുന്ന ഒരു സാഹചര്യം, വലിയ പുകമടലം സൃഷ്ടിച്ചു. ഭയാനകമായ ഒരു അന്തരീക്ഷമാണ് ഈ ഒരു ഉച്ച സമയത്ത് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞത്. എന്തായാലും നിലവിൽ നമ്മൾ നിയമപാലകരെ അറിയിച്ചു, ബോംബ് സ്ക്വാഡിനെ അറിയിച്ചു. അവരൊക്കെ വന്ന് നിലവിൽ നമ്മൾ ഇതിൻ്റെ പ്രൊസീജിയറിലേക്ക് കടന്നിട്ടുണ്ട്. നിലവിൽ നമുക്ക് ഈ ഒരുമനയൂരിൽ ഇല്ലാത്തൊരു സംഭവമാണ് ഇപ്പോൾ 2-3 പ്രാവശ്യമായിട്ട് ഇങ്ങനെ കാണുന്നത്. എന്നിരുന്നാലും നിയമപാലകർ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. സംഭവ സമയത്ത് റോഡിൽ ആരുമില്ലാതിരുന്നതിനാൽ ആളപായം ഒഴിവായി. പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി പൊട്ടിത്തെറിച്ചത് ഗുണ്ടാണെന്ന് സ്ഥിരീകരിച്ചെങ്കിലും സമീപത്ത് വെള്ളാരം കല്ലുകൾ ചിതറിത്തെറിച്ച് കിടന്നിരുന്നത് സംശയത്തിനിടയാക്കി. ചിതറിക്കിടന്നിരുന്ന കല്ലുകൾ സ്ഫോടനവുമായി ബന്ധപ്പെട്ടതല്ലെന്നാണ് ആദ്യം കരുതിയത്. എന്നാൽ കല്ലുകളിൽ വെടിമരുന്നിന്റെ ഗന്ധമുണ്ടെന്ന് നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് തൃശൂരിൽ നിന്ന് ബോംബ് സ്ക്വാഡ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. പന്നിപ്പടക്കത്തോട് സാമ്യമുള്ളതാണ് ഇതെന്ന് പോലീസ് പറഞ്ഞു. ഉത്സവങ്ങളിലും മറ്റും പൊട്ടിക്കാൻ ഉപയോഗിക്കുന്ന ഗുണ്ടടിച്ച് ഇതിനുള്ളിൽ വെള്ളാരം കല്ലുകൾ നിറച്ചതാണെന്ന നിഗമനത്തിലാണ് പോലീസ്. ഗുണ്ട് പൊട്ടിക്കാൻ തിരിയിൽ തീ കൊളുത്തേണ്ടതുണ്ട്. എന്നാൽ വെള്ളാരം കല്ലുകൾ നിറച്ച ഗുണ്ട് ഉറച്ച പ്രതലത്തിലേക്ക് എറിഞ്ഞാൽ കല്ലുകൾ കൂട്ടിയുരഞ്ഞ് ഗുണ്ട് തിരികൊളുത്താതെ തന്നെ പൊട്ടിത്തെറിക്കും. ഇതായിരിക്കാം ഗുണ്ടിനുള്ളിൽ വെള്ളാരം കല്ലുകൾ നിറയ്ക്കാൻ കാരണമെന്നാണ് പോലീസിന്റെ നിഗമനം. കസ്റ്റഡിയിലെടുത്ത യുവാവിന്റെ വീട്ടിലും പരിശോധന നടത്തിയെങ്കിലും അസ്വാഭാവികമായി ഒന്നും കണ്ടെത്താനായില്ല. ഗുരുവായൂർ ACP സുന്ദരൻ, ചാവക്കാട് SIമാരായ റമീൻ, അനിൽകുമാർ, ശ്രീജി, CPO സുധീഷ്, MLA NK അക്ബർ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആഷിത, പഞ്ചായത്ത് പ്രസിഡന്റ് വിജിത സന്തോഷ് തുടങ്ങിയവരും സംഭവ സ്ഥലത്തെത്തിയിരുന്നു. TCV ചാവക്കാട്. കൊടുങ്ങല്ലൂരിൽ SNDP ഓഫീസിന് നേരെ ആക്രമണം. SNDP നാരായണമംഗലം ശാഖയ്ക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത്. ഓഫീസിൽ സ്ഥാപിച്ച ഗുരുദേവ ചിത്രം നിലത്തെറിഞ്ഞ് തകർത്ത അക്രമികൾ ഓഫീസിന്റെ ജനൽ ചില്ലുകളും തല്ലി തകർത്തിട്ടുണ്ട്. ശാഖ ഓഫീസിന് നേരെയുണ്ടായ ആക്രമണത്തിൽ SNDP കൊടുങ്ങല്ലൂർ യൂണിയൻ പ്രതിഷേധിച്ചു. അക്രമികൾക്കെതിരെ കർശന നടപടിയെടുക്കണമെന്ന് യൂണിയൻ നേതൃത്വം ആവശ്യപ്പെട്ടു. ചില്ല് പൊട്ടി കിടക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ചത് പിള്ളേർ ഫുട്ബോൾ കളിക്കണ്ടല്ലോ, അപ്പോൾ അങ്ങനെ പൊട്ടി കളിക്കും എന്ന് വെച്ച് വന്ന് നോക്കുമ്പോൾ അവിടെ ചെപ്പിരിക്കുന്നു. അത് മാറ്റി വെച്ച് അത് ശ്രദ്ധിക്കപ്പെട്ടില്ല. മാറ്റി വെച്ച് തുറന്നു നോക്കിയപ്പോഴാണ് ഇവിടെ ചില്ലും ഈ ഫോട്ടോക്കെ പിരിഞ്ഞ് നടക്കണം. അപ്പോഴാണ് അത് ശ്രദ്ധിക്കാൻ പോയത്. അപ്പം അതിൽ കുറച്ച് പൈസ ഇട്ട് വെച്ചിട്ടുണ്ട്. കുരിക്കുഴി കമ്പനിക്കടവിൽ മത്സ്യബന്ധനത്തിനിടെ വള്ളം മറിഞ്ഞ് 3 തൊഴിലാളികൾക്ക് പരിക്കേറ്റു. ഞായറാഴ്ച രാവിലെ 7:30യോടെയാണ് സംഭവം. കുരിക്കുഴി സ്വദേശി തൈക്കാട് സുരേഷിന്റെ ഭാഗ്യമാല എന്ന മൂടുവെട്ടി വള്ളമാണ് അപകടത്തിൽപ്പെട്ടത്. മീൻപിടുത്തത്തിന് കരയിൽ നിന്നും കടലിലേക്ക് ഇറക്കവേ ശക്തമായ തിരമാലയിൽപ്പെട്ട് വള്ളം മറിയുകയായിരുന്നു. ഉടമ സുരേഷ്, വിപിൻ, രാജേഷ് എന്നിവരാണ് വള്ളത്തിലുണ്ടായിരുന്നത്. 3 പേരും സാഹസികമായി നീന്തിക്കയറി രക്ഷപ്പെടുകയായിരുന്നു. മറിഞ്ഞ വള്ളവും കരയ്ക്കടുപ്പിച്ചിട്ടുണ്ട്. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എഞ്ചിനും വള്ളത്തിനും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്.
കൊടുങ്ങല്ലൂരിൽ എഞ്ചിൻ നിലച്ച് കടലിൽ കുടുങ്ങിയ മത്സ്യബന്ധന വള്ളത്തിലെ 50 തൊഴിലാളികളെ ഫിഷറീസ് റെസ്ക്യൂ ബോട്ട് രക്ഷപ്പെടുത്തി. അഴീക്കോട് ഫിഷ് ലാൻഡിംഗ് സെന്ററിൽ നിന്നും ഞായറാഴ്ച പുലർച്ചെ മത്സ്യബന്ധനത്തിന് പോയ ശ്രീവരുണൻ എന്ന ഇൻബോർഡ് വള്ളമാണ് അപകടത്തിൽപ്പെട്ടത്. കരയിൽ നിന്നും 5 നോട്ടിക്കൽ മൈൽ അകലെ കാര കടപ്പുറത്തിന് വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായിരുന്നു സംഭവം. ശക്തമായ കാറ്റിനെയും മഴയെയും അതിജീവിച്ചാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. രാവിലെ 8 മണിയോടെയാണ് അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷനിൽ സഹായ അഭ്യർത്ഥന ലഭിച്ചത്. ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ MF പോളിന്റെ നിർദ്ദേശാനുസരണം മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് വിംഗ് ഓഫീസർമാരായ VM ഷൈബു, VN പ്രശാന്ത് കുമാർ, ER ഷിനിൽകുമാർ, റെസ്ക്യൂ ഗാർഡുമാരായ പ്രമോദ്, റഫീഖ്, ബോട്ട് സ്ട്രാങ്ക്, ദേവസി എന്നിവർ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. മാലിന്യ ദുരിതം പേറി ആളൂർ പാലക്കുടി പരിസരവാസികൾ. ഇറിഗേഷൻ കനാലിൽ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടുന്നതുമൂലം ദുർഗന്ധത്താൽ പൊറുതിമുട്ടിയും രോഗഭീതിയിലും പ്രദേശവാസികൾ. ചാലക്കുടി ഇറിഗേഷൻ പദ്ധതിയിലെ വലതുകര മെയിൻ കനാലാണ് ജനവാസ പ്രദേശങ്ങളിലൂടെ ആളൂരിലെത്തുന്നത്. കനാൽ വെള്ളത്തോടൊപ്പം വൻതോതിലുള്ള മാലിന്യങ്ങളും ഇവിടേക്ക് ഒഴുകിയെത്തുന്നതാണ് ജനങ്ങളെ ആശങ്കയിലാക്കുന്നത്. വളർത്തുമൃഗങ്ങളുടെ ജഡമടക്കമുള്ള ജൈവ മാലിന്യങ്ങളും അജൈവ മാലിന്യങ്ങളും കനാലിലൂടെ ഒഴുകിയെത്തി അടിഞ്ഞുകൂടുന്നത് പാലക്കുടി ഭാഗത്തുള്ള അണ്ടർ ടണലിന് സമീപത്താണ്. അണ്ടർ ടണലിന്റെ മുഖത്ത് സ്ഥാപിച്ചിട്ടുള്ള ഇരുമ്പ് വലയിലാണ് മാലിന്യങ്ങൾ തങ്ങുന്നത്. ഇങ്ങനെ കനാലിൽ കുന്നുകൂടുന്ന മാലിന്യങ്ങൾ ഇരുവശത്തുമായി താമസിക്കുന്ന കുടുംബങ്ങൾക്ക് ദുരിതമായി മാറിയിരിക്കുകയാണ്. മാലിന്യം ചീഞ്ഞഴുകി ദുർഗന്ധം വമിക്കുമ്പോൾ ഭക്ഷണം കഴിക്കാൻ പോലും പ്രയാസം നേരിടാറുണ്ടെന്ന് പ്രദേശവാസികൾ പറയുന്നു. കനാലിൽ വന്നടിയുന്ന മാലിന്യത്തിന്റെ അളവ് വർദ്ധിക്കുമ്പോൾ അധികൃതരെത്തി ഇത് നീക്കം ചെയ്യാറുണ്ടെങ്കിലും വീണ്ടും കനാൽ വെള്ളം വരുമ്പോൾ 10 മടങ്ങ് മാലിന്യം ഇവിടെ അടിഞ്ഞുകൂടും. വർഷങ്ങളായി തുടരുന്ന ഈ ദുരിതത്തിന് ശാശ്വത പരിഹാരമുണ്ടാകണമെന്നാണ് ആവശ്യമുയരുന്നത്. TCV ന്യൂസ്, കൊടകര. തുമ്പൂർമൊഴി DMCയുടെ മഴയാത്രയ്ക്ക് ചാലക്കുടി പൊതുമരാമത്ത് IBയിൽ നിന്നും തുടക്കമായി. DMCയുടെ നേതൃത്വത്തിൽ മൺസൂൺ കാലഘട്ടത്തിൽ ഷോളയാർ വനമേഖലയിലേക്ക് നടത്തുന്നതാണ് മഴയാത്ര. തുമ്പൂർമൊഴി, അതിരപ്പള്ളി, വാഴച്ചാൽ വെള്ളച്ചാട്ടങ്ങൾ, പുരിങ്ങൽകുത്ത്, ഷോളയാർ ഡാമുകളിലേക്കാണ് വാഹനയാത്ര. പ്രാതൽ, ഉച്ചഭക്ഷണം, വൈകിട്ടുള്ള ലഘുഭക്ഷണം എന്നിവയും വിനോദയാത്രികർക്ക് നൽകും. DMCയുടെ കാൽനടയാത്രയ്ക്ക് കുടയും സമ്മാനിക്കും. രാവിലെ 8 മണിക്ക് ചാലക്കുടിയിൽ നിന്നും ആരംഭിച്ച് രാത്രി 7 മണിയോടെ തിരിച്ചെത്തുന്ന പാക്കേജിന് ഒരാൾക്ക് 1500 രൂപയാണ് ഈടാക്കുന്നത്. സനീഷ് കുമാർ ജോസഫ് MLA മഴയാത്ര ഉദ്ഘാടനം ചെയ്തു. DMC മാനേജർ CP നിഷാദ്, DTPC കോർഡിനേറ്റർ രൂപേഷ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. കർഷക സംഘം പോർക്കുളം പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കർഷക കൺവെൻഷനും സെമിനാറും നടത്തി. പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന കൺവെൻഷൻ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് K രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കർഷക സംഘം പഞ്ചായത്ത് പ്രസിഡന്റ് പോൾസൺ മണ്ടുമ്പാൽ അധ്യക്ഷത വഹിച്ചു. കർഷകശ്രീ അവാർഡ് ജേതാവ് M ബാലാജി, കർഷക സംഘം ഏരിയ സെക്രട്ടറി K കൊച്ചനിയൻ, പ്രസിഡന്റ് AJ സ്റ്റാൻലി, ഏരിയ കമ്മിറ്റി അംഗം അഖില മുകേഷ് തുടങ്ങിയവർ സംസാരിച്ചു. കർഷക തൊഴിലാളി യൂണിയൻ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി പഴഞ്ഞി വില്ലേജ് കമ്മിറ്റി പതാക ദിനം ആചരിച്ചു. KSKTU പഴഞ്ഞി വില്ലേജ് കമ്മിറ്റി പ്രസിഡന്റ് AA മണികണ്ഠൻ പതാക ഉയർത്തി. ദാസൻ പട്ടിത്തടം അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി KK സുനിൽകുമാർ, KM സനൂപ് തുടങ്ങിയവർ സംസാരിച്ചു. ജൂലൈ 10, 11 തീയതികളിൽ തൃശൂർ നെല്ലായിയിലാണ് ജില്ലാ സമ്മേളനം നടക്കുക. അക്കിക്കാവ് കേച്ചേരി ബൈപ്പാസ് നിർമ്മാണത്തിന്റെ ഭാഗമായി ഗതാഗതം നിരോധിച്ച അക്കിക്കാവ് ബൈപ്പാസ് റോഡ് കലുങ്ക് നിർമ്മാണം പൂർണ്ണമായതോടെ ഭാഗികമായി തുറന്നു നൽകി. കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ് റോഡിന്റെ പുനർനിർമ്മാണത്തിനാണ് ആഴ്ചകൾക്ക് മുൻപ് ഗതാഗതം ഭാഗികമായി തടഞ്ഞത്. ബൈപ്പാസ് ജംഗ്ഷനിൽ നിന്നും 200 മീറ്റർ അകലെ റോഡിന് കുറുകെ നിർമ്മിക്കുന്ന വലിയ കലുങ്കിന്റെ പണികൾ കൂടി തുടങ്ങിയതോടെ ദീർഘദൂര വാഹനങ്ങളും വലിയ വാഹനങ്ങളും കടത്തിവിട്ടിരുന്നില്ല. പ്രദേശവാസികളുടെ വാഹനങ്ങൾ സഞ്ചരിക്കാൻ കലുങ്കിന് സമീപം താൽക്കാലിക റോഡ് ആദ്യം നിർമ്മിച്ചിരുന്നുവെങ്കിലും ശക്തമായ മഴയിൽ താൽക്കാലിക പാത മുഴുവനായി ഒലിച്ചുപോയിരുന്നു. ഇതോടെ വിദ്യാർത്ഥികൾ അടക്കമുള്ളവർ ദുരിതത്തിലാവുകയും ചെയ്തിരുന്നു. കലുങ്ക് നിർമ്മാണത്തിന്റെ പണികൾ പൂർത്തിയായെങ്കിലും അനുബന്ധ റോഡിന്റെ നിർമ്മാണം ഇനിയും പൂർത്തിയായിട്ടില്ല. അടാട്ട് നടുവത്ത് പാറക്കുളത്തിന്റെ നവീകരണോദ്ഘാടനം സേവ്യർ ചിറ്റിലപ്പള്ളി MLA നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് സിമി അജിത് കുമാർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ജിമ്മി ചൂണ്ടൽ, പുഴയ്ക്കൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TD വിൽസൺ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉഷ ശ്രീനിവാസൻ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീഷ്മ അഭിലാഷ് തുടങ്ങിയവർ പങ്കെടുത്തു.
മരത്തങ്കോട് വീട്ടിൽ നിന്ന് വർഷങ്ങൾ പഴക്കമുള്ള ചെമ്പുപാത്രങ്ങൾ മോഷണം പോയി. കിടങ്ങൂർ ചിറമനേങ്ങാട് സ്വദേശി വടക്കേക്കര വീട്ടിൽ മണിയുടെ വീട്ടിൽ നിന്നാണ് ചെമ്പുപാത്രങ്ങൾ മോഷണം പോയത്. മണിയുടെ ഭാര്യ പാത്രങ്ങൾ കാണാത്തതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് മോഷണ വിവരം അറിയുന്നത്. മോഷ്ടാക്കളുടെ ദൃശ്യങ്ങൾ സമീപത്തെ വീട്ടിലെ CCTV ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. കുന്നംകുളം പോലീസിൽ പരാതി നൽകി. പുതുക്കാട് KSRTC സ്റ്റാൻഡിൽ വൈകിട്ട് ബസ്സുകൾ കയറാത്തതിലും സ്റ്റാൻഡിന് മുൻപിലെ അപകടങ്ങൾ ഒഴിവാക്കണമെന്നും ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. യൂത്ത് കോൺഗ്രസ് പുതുക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്റ്റാൻഡിന് മുൻപിൽ നടത്തിയ പ്രതിഷേധ സമരം പുതുക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജസ്റ്റിൻ ജോൺസൺ അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ജെറോം ജോൺ, യൂത്ത് കോൺഗ്രസ് നേതാക്കളായ റിൻഡോ ജോൺസൺ, ജീസ് നെല്ലായി, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് രാജു തളിയപ്പറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. പ്രിയപ്പെട്ട നേതാക്കൾ, യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഒരു സൂചനാ സമരവുമായിട്ടാണ് നമ്മളിന്ന് ഈ പുതുക്കാട് പ്രിയപ്പെട്ട ബാബുരാജേട്ടന്റെ നേതൃത്വത്തിൽ ഈ വിഷയത്തിന് ക്ഷേമനിധി പെൻഷന് വേണ്ടി കാത്തിരിപ്പ് തുടങ്ങിയിട്ട് 15 വർഷം. ചികിത്സയ്ക്കും പണമില്ല. വരന്തരപ്പള്ളി മുപ്ലിയത്ത് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വയോധികയ്ക്ക് നേരെ മനുഷ്യാവകാശ ലംഘനം. മുപ്ലിയം ആരോടി വീട്ടിൽ 75 വയസ്സുള്ള കല്യാണിയാണ് സർക്കാരിന്റെ അവഗണനയേറ്റ് ദുരിതമനുഭവിക്കുന്നത്. കർഷക തൊഴിലാളിയായ കല്യാണി ക്ഷേമനിധിയിൽ മുടക്കമില്ലാതെ പണമടച്ചിരുന്നു. 60 വയസ്സ് കഴിഞ്ഞാൽ ലഭിക്കേണ്ട പെൻഷനു വേണ്ടിയുള്ള കാത്തിരിപ്പ് 15 വർഷമായി തുടരുകയാണ്. കാഴ്ചശക്തി കുറഞ്ഞ കല്യാണിക്ക് തിമിര ശസ്ത്രക്രിയ നടത്താനും പണമില്ലാത്ത അവസ്ഥയാണ്. ക്ഷേമനിധി ഉണ്ടെന്ന കാരണത്താൽ സർക്കാരിന്റെ മറ്റ് പെൻഷനുകളും ആനുകൂല്യങ്ങളും ഇവർക്ക് ലഭിക്കുന്നില്ല. ഞാൻ പൈസ 15 കൊല്ലം ഞാൻ കാശ് അടച്ചിട്ട്, ആ കാശ് അടച്ച കാശ് എനിക്ക് ഇല്ല, അതും ഇല്ല, എനിക്ക് പെൻഷനും ഇല്ല. അതുകൊണ്ട് എനിക്ക് ഓപ്പറേഷൻ വേണം, എനിക്ക് നല്ലൊരു കാശ് വരും, എനിക്ക് സഹായിക്കാൻ ഒരാളില്ല എനിക്ക്. അതുകൊണ്ട് എനിക്ക് എന്റെ പൈസ വേഗം തരണം. എനിക്ക് വീട് ജപ്തി ചെയ്ത് പോവുക, അതിന് ഞാൻ എന്നിട്ട് ചെയ്യണേ. ഞങ്ങൾക്ക് റോട്ടിൽ കിടക്കാൻ പറ്റും, കാലില്ല, എനിക്ക് കാലും ഇല്ല, കൈയില്ല, കണ്ണും ഇല്ല. അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യണെന്ന് എല്ലാ ആൾക്കാരും കൂടി ഇന്ന് സഹായിക്കുകയാണെങ്കിൽ എനിക്ക് ഒരു സഹായം ഇന്നൊരു മാത്രമുള്ളൂ. എനിക്ക് എന്റെ കൊടുത്ത കാശ് കിട്ടിയ മതി. എനിക്ക് 35 വർഷം മുൻപ് ഭർത്താവ് മരിച്ച കല്യാണി മകന്റെ കൂടെയാണ് താമസം. 2015-ൽ ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും ലഭിച്ച തുകയും ബാങ്കിൽ നിന്നും ലോണും എടുത്താണ് കയറിക്കിടക്കാൻ ഒരു കൊച്ചു വീട് പണിതത്. എന്നാൽ ആ വീടും ഇപ്പോൾ ജപ്തി ഭീഷണിയിലാണ്. ഇവരുടെ ദുരവസ്ഥയറിഞ്ഞെത്തിയ പൊതുപ്രവർത്തകനായ KG രവീന്ദ്രനാഥ് ക്ഷേമനിധി ഓഫീസിൽ പരാതി നൽകിയെങ്കിലും കല്യാണിയുടെ പെൻഷനുമായി ബന്ധപ്പെട്ട യാതൊരു രേഖയും ഇല്ലെന്നായിരുന്നു ഉദ്യോഗസ്ഥരുടെ മറുപടി. പിന്നീട് ക്ഷേമനിധിയിൽ പണമടച്ചതിന്റെ രശീത് സമർപ്പിച്ചപ്പോൾ മുൻഗണനാ പ്രകാരം പെൻഷൻ ലഭിക്കുമെന്നും അതിന് കാലതാമസം നേരിടുമെന്നാണ് അറിയിച്ചത്. അപ്പൊ അവർക്ക് പെൻഷനും ഇല്ല, ഒരു പെൻഷനും ഇവർക്ക് കിട്ടുന്നില്ല. അപ്പൊ അത് ബ്ലോക്കായി കിടക്കുക. അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ കണ്ണ് വെച്ചിട്ടുണ്ടെങ്കിൽ തിമിരം വന്ന് മൂടി 2 കണ്ണും കാണാൻ പറ്റില്ല. അമ്മയ്ക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ നടക്കാൻ പറ്റില്ല. ആകെ വയ്യാത്തൊരവസ്ഥയാണ്. വീട് വെച്ചിട്ടുണ്ടെങ്കിൽ ജപ്തിയിൽ നിൽക്കണ്. ആകെ ഒരു ദുരിതക്കായാണ്. അപ്പൊ പണിയില്ല, പണമില്ല, ജീവിതം വഴിമുട്ടിയ സാഹചര്യമാണ്. അപ്പൊ അതുകൊണ്ട് അധികാരികൾ ഈ വാർത്ത കണ്ടിട്ട് എത്രയും പെട്ടെന്ന് തന്നെ ഈ അമ്മേനെ സഹായിക്കാനായിട്ട് മുന്നോട്ട് വരണവര് പൈസ എത്രയും പെട്ടെന്ന് തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് കൊടുക്കാനായിട്ട് തയ്യാറാവണം. ഉദ്യോഗസ്ഥരുടെ അലംഭാവം മൂലം പെൻഷൻ നിഷേധിക്കപ്പെട്ട കല്യാണിയുടെ ദുരവസ്ഥ രവീന്ദ്രനാഥ് മനുഷ്യാവകാശ കമ്മീഷന്റെ ശ്രദ്ധയിൽ എത്തിക്കുകയായിരുന്നു. കമ്മീഷൻ ഇടപെട്ടതോടെ ഒരു തവണ ഇവർക്ക് പെൻഷൻ ലഭിച്ചു. പിന്നീട് അതും ഇല്ലാതായി. ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയിൽ ദുരിതക്കയത്തിലായ കല്യാണിക്ക് അർഹമായ പരിഗണന നൽകി മുടങ്ങിക്കിടക്കുന്ന മുഴുവൻ പെൻഷൻ തുകയും നൽകണമെന്നാണ് ആവശ്യം. വാർഡ് വിഭജനം വഴി തദ്ദേശ സ്ഥാപനങ്ങൾ പിടിച്ചെടുക്കുവാനുള്ള ഇടതുപക്ഷ സർക്കാരിന്റെ നീക്കത്തിനെതിരെ നിയമപരമായും ജനകീയമായും നേരിടുമെന്ന് കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് CV കുര്യാക്കോസ് പറഞ്ഞു. കേരള കോൺഗ്രസ് മണലൂർ നിയോജകമണ്ഡലം കമ്മിറ്റി യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യോഗത്തിൽ നിയോജകമണ്ഡലം പ്രസിഡന്റ് PJ ജോസ് അധ്യക്ഷത വഹിച്ചു. കേരള കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി NJ ലിയോ, കേരള കർഷക യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി CT പോൾ, നിർമ്മാണ തൊഴിലാളി യൂണിയൻ ജില്ലാ പ്രസിഡന്റ് AC ജോർജ്, കേരള കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി അംഗം CA സണ്ണി തുടങ്ങിയവർ സംസാരിച്ചു.
മടക്കത്തറ പഞ്ചായത്തിലെ വ്യാപകമായ കാട്ടാന ശല്യത്തിനെതിരെ ഫോറസ്റ്റ് ഓഫീസിന് മുൻപിൽ കർഷക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ജനകീയ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. കർഷക കോൺഗ്രസ് മടക്കത്തറ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന പ്രതിഷേധ ധർണ കെപിസിസി സെക്രട്ടറി അഡ്വക്കേറ്റ് ഷാജി കോടങ്കണ്ടത്ത് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ഷോണി പുളിക്കൽ അധ്യക്ഷത വഹിച്ചു. കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് രവി പോലുവളപ്പിൽ, സംസ്ഥാന സെക്രട്ടറി ഭാസ്കരൻ, കെ.എസ്. ചന്ദ്രാനന്ദൻ, ഡോക്ടർ മനോജ് പുഷ്കർ തുടങ്ങിയവർ പങ്കെടുത്തു. രക്ഷാപ്രവർത്തനത്തിനിടെ അഗ്നിരക്ഷാ ഉദ്യോഗസ്ഥൻ അപകടത്തിൽപ്പെട്ടു. കഴിഞ്ഞ ദിവസം ചെറുതുരുത്തി പാലത്തിൽ നിന്നും പുഴയിലേക്ക് ചാടിയ ആൾക്ക് വേണ്ടി തിരച്ചിൽ നടത്തുന്നതിനിടയിലാണ് അഗ്നിരക്ഷാ സേന സീനിയർ ഓഫീസർ രഞ്ജിത്ത് രവീന്ദ്രൻ അപകടത്തിൽപ്പെട്ടത്. ചെറുതുരുത്തി തടയണയ്ക്ക് സമീപം ചുഴിയിൽപ്പെട്ട് മുങ്ങിത്താഴുകയായിരുന്നു. ഉടനെ സഹപ്രവർത്തകർ കയറിട്ട് നൽകി രക്ഷപ്പെടുത്തി. ഇദ്ദേഹത്തെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ വീണ് മറ്റൊരു ഓഫീസർക്കും പരിക്ക് പറ്റി. സീനിയർ ഓഫീസർ രമേശ് ബാബു, നിഷാദ് വരവൂർ, ഉണ്ണികൃഷ്ണൻ എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. അതേസമയം പുഴയിൽ ചാടിയ ആളെ കണ്ടെത്താനായിട്ടില്ല. ഈ സാഹചര്യത്തിൽ നമുക്ക് അവിടെ അങ്ങോട്ട് കൂടുതൽ പോകാൻ കഴിയും. നമ്മുടെ സ്റ്റാഫിൻ്റെ സേഫ്റ്റി നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ തന്നെ 2 പേരിപ്പം വീണ് ചെറിയ കാഷ്വാലിറ്റി ആയതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൺസിഡർ ചെയ്യണം. എങ്കിലും നമ്മൾ ജില്ലാ ഓഫീസർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഒരു ഇതില്ല, ഇപ്പോൾ വെള്ളം ഒന്ന് കുറഞ്ഞ് ഒഴുക്ക് കുറയാൻ ഗണ്യമായിട്ട് നമ്മൾ സ്കൂബ ടീം വരും. പാലക്കാട് നമ്മൾ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് അവർ വന്ന് സെർച്ചിങ് വീണ്ടും നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യും. പോക്സോ കേസിലെ പ്രതിയെ ഒഡീഷയിൽ നിന്നും ചെറുതുരുത്തി പോലീസ് പിടികൂടി. ഒഡീഷ സ്വദേശി മഹാദേവ് പാണിയെയാണ് ചെറുതുരുത്തി പോലീസ് പിടികൂടിയത്. ഇൻസ്പെക്ടർ ബോബി വർഗീസ്, സിവിൽ പോലീസ് ഓഫീസർമാരായ എ. ഗിരീഷ്, എ. ജയകൃഷ്ണൻ, ഹോംഗാർഡ് ജെനുമോൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് സാഹസികമായി പ്രതിയെ പിടികൂടിയത്. അതിജീവിതം നൽകിയ ഒഡീഷയിലെ റായ്ഗാഡിലുള്ള പത്തൂൺ അങ്കിൾ എന്ന വിളിപ്പേര് മാത്രമാണ് പ്രതിയെക്കുറിച്ച് അന്വേഷണ സംഘത്തിന് ലഭിച്ച ആകെയുള്ള വിവരം. വേഷം മാറി ഒഡീഷയിലെ ഗ്രാമങ്ങളെ കേന്ദ്രീകരിച്ച് ഒരാഴ്ചയോളം നീണ്ട അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. കുന്നുകുളം നിയോജകമണ്ഡലത്തിലെ ജലനിധി പദ്ധതിക്കായി പൊളിച്ച റോഡുകളുടെ ശോചനീയാവസ്ഥ അടിയന്തരമായി പരിഹരിക്കണമെന്ന് കേരള കോൺഗ്രസ് കുന്നുകുളം നിയോജകമണ്ഡലം കമ്മിറ്റി പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. യോഗം ജില്ലാ പ്രസിഡന്റ് സി.വി. കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു. നിയോജകമണ്ഡലം പ്രസിഡന്റ് ജോൺസൺ ചുങ്കത്ത് അധ്യക്ഷത വഹിച്ചു. പ്രതിഷേധ പ്രമേയം നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറി ബിജു പാപ്പച്ചൻ അവതരിപ്പിച്ചു. KTUC സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രസാദ് പുലിക്കോടൻ, സംസ്ഥാന കമ്മിറ്റി അംഗം ജോർജ് കൊളന്നൂർ, ജില്ലാ സെക്രട്ടറി സിറിൽ ജോൺ, മണ്ഡലം പ്രസിഡന്റുമാർ തുടങ്ങിയവർ സംസാരിച്ചു. മതിലകത്ത് ദേശീയപാതയിൽ നിയന്ത്രണം വിട്ട മീൻ ലോറി മതിലിലിടിച്ചു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. മീൻ ഇറക്കിയതിനു ശേഷം തിരുവനന്തപുരം വർക്കലയിലേക്ക് പോയിരുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. നാട്ടിക ഫർക്ക റൂറൽ ബാങ്കിന്റെ മതിലകം ശാഖയുടെ മതിലാണ് ഇടിച്ചു തകർത്തത്. കട്ടിലപ്പുവം വാരിക്കുളത്ത് കാട്ടാന ഇറങ്ങിയ പ്രദേശങ്ങൾ കർഷക സംഘം സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി അംഗം AC മൊയ്തീൻ MLA സന്ദർശിച്ചു. കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം MM അവറാച്ചൻ, കർഷക സംഘം മണ്ണുത്തി ഏരിയ സെക്രട്ടറി സണ്ണി ചെന്നിക്കര, CPM താണിക്കുടം ലോക്കൽ സെക്രട്ടറി സാജൻ പോൾ, മാടക്കത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിരാ മോഹനൻ എന്നിവരും MLAക്കൊപ്പം ഉണ്ടായിരുന്നു. കടപ്പുറം പഞ്ചായത്തിലെ കടൽക്ഷോഭത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം ലീഗ് കടപ്പുറം പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ മനുഷ്യഭിത്തി തീർത്തു. പരിസ്ഥിതി പ്രവർത്തകൻ CR നീലകണ്ഠൻ ഉദ്ഘാടനം നിർവഹിച്ചു. മുസ്ലിം യൂത്ത് ലീഗ് കടപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് PA അഷ്കർ അലി അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി PV ഉമർ കുഞ്ഞി തുടങ്ങിയവർ സംസാരിച്ചു. കുന്നുകുളം ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റേഡിയത്തിൽ 49ാമത് സംസ്ഥാന ജൂനിയർ അന്തർജില്ലാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് തുടരുന്നു. 2ാം ദിനമായ ഞായറാഴ്ച രാവിലെ നടന്ന മത്സരത്തിൽ 1 ഗോൾ നേടി വയനാട് കാസർഗോഡിനെ പരാജയപ്പെടുത്തി. 2ാം മത്സരത്തിൽ എതിരില്ലാത്ത 2 ഗോൾ നേടി പാലക്കാട് ഇടുക്കിയെ പരാജയപ്പെടുത്തി. ഫൈനൽ മത്സരം ജൂലൈ 6-ാം തീയതി നടക്കും. വെള്ളിക്കുളങ്ങര സ്വദേശിയായ യുവാവ് ഓസ്ട്രേലിയയിൽ മരിച്ചതായി ബന്ധുക്കൾക്ക് വിവരം ലഭിച്ചു. വെള്ളിക്കുളങ്ങര ചാന്തുകാൻ പറമ്പിൽ അബ്ദുൽ കരീമിന്റെ മകൻ 28 വയസ്സുള്ള ആദിൽ കരീമാണ് ഓസ്ട്രേലിയയിലെ ഡാർവിനിൽ മരിച്ചത്. മരണകാരണം അറിവായിട്ടില്ല. പരമ്പരാഗത ഓട് വ്യവസായം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ സർക്കാരിന്റെ ശ്രദ്ധയിലെത്തിക്കുന്നതിന് വ്യവസായ മന്ത്രി P. രാജീവുമായി KK രാമചന്ദ്രൻ MLAയും ഓട്ടുകമ്പനി ഉടമകളുടെ അസോസിയേഷൻ തൊഴിലാളി സംഘടനാ പ്രതിനിധികളും ചർച്ച നടത്തി. ഓട്ടുകമ്പനി അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ജോസ് J. മഞ്ഞളി, സെക്രട്ടറി MK സന്തോഷ്, വിവിധ തൊഴിലാളി സംഘടനാ നേതാക്കളായ AV ചന്ദ്രൻ, ആന്റണി കുറ്റൂക്കാരൻ, PG മോഹനൻ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു.
സാമൂഹിക നീതി വകുപ്പ് നടപ്പിലാക്കുന്ന നൂതന പദ്ധതികളുടെ പരീക്ഷണശാലയായി അരിമ്പൂർ പഞ്ചായത്തിന് ഉപയോഗപ്പെടുത്താനാകുമെന്ന് സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു. അരിമ്പൂർ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിച്ച വയോജന സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. അരിമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത ജയകുമാർ അധ്യക്ഷയായി. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ, കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കേന്ദ്ര നിർവാഹക സമിതി അംഗം വി മനോജ് കുമാർ, ഹെൽത്ത് ആക്ഷൻ ബൈ പീപ്പിൾ പ്രതിനിധി നിരഞ്ജൻ, BG ഗോപി, കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസ് ഡീൻ ഡോക്ടർ KS ഷാജി, അരിമ്പൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CG സജീഷ്, പഞ്ചായത്ത് സെക്രട്ടറി റെനി പോൾ തുടങ്ങിയവർ സംസാരിച്ചു. ദേശീയപാത നിർമ്മാണത്തോടനുബന്ധിച്ച് നാട്ടികയിൽ 40ഓളം വീടുകൾ വെള്ളക്കെട്ടിലായതിനെ തുടർന്ന് CC മുകുന്ദൻ MLA സ്ഥലം സന്ദർശിച്ച് തുടർ നടപടികൾക്ക് നേതൃത്വം നൽകി. തടസ്സങ്ങളുണ്ടായിരുന്ന തോട്, മൺതിട്ടകൾ തുടങ്ങിയവ ദേശീയപാത അതോറിറ്റി അധികൃതരെ കൊണ്ട് JCB ഉപയോഗിച്ച് പൊളിപ്പിച്ച് കെട്ടിക്കിടന്ന വെള്ളമൊഴുക്കി പോകുന്നതിനുള്ള സൗകര്യമൊരുക്കി. തൃപ്രയാർ JK സിനിമാസിന് പുറകിലുള്ള പ്രദേശത്ത് വെള്ളം ഒഴുകിപ്പോകാനാകാതെ രൂപപ്പെട്ട വെള്ളക്കെട്ട് ആഴ്ചകളായി പ്രദേശവാസികളെ ദുരിതത്തിലാക്കിയിരുന്നു. LDF നേതാക്കളായ KB ഹംസ, രാധാകൃഷ്ണൻ, ശ്രീജിത്ത്, VP പ്രദീപ്, ഉണ്ണി നാട്ടിക എന്നിവരും MLA-യോടൊപ്പമുണ്ടായിരുന്നു. പാവറട്ടി സെന്ററിലെ വെള്ളക്കെട്ട് ശാശ്വതമായി പരിഹരിക്കണമെന്ന് വ്യാപാരി വ്യവസായ സമിതി പാവറട്ടി യൂണിറ്റ് കൺവെൻഷൻ ആവശ്യപ്പെട്ടു. കൺവെൻഷൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി KM ലെനിൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് AM വിൻസെന്റ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റിയുടെ വ്യാപാരമിത്ര പദ്ധതി പ്രകാരം പാവറട്ടി യൂണിറ്റിൽ മരണപ്പെട്ട OJ തോമസിന്റെ കുടുംബത്തിന് 5 ലക്ഷം രൂപ ധനസഹായവും നൽകി. ജില്ലാ പ്രസിഡന്റ് വിജയ് ഹരി, സെക്രട്ടറി മിൽട്ടൺ J തലക്കോട്ടൂർ, വ്യാപാരി മിത്ര ട്രസ്റ്റ് പ്രസിഡന്റ് ബാബു ആന്റണി, ജില്ലാ കോർഡിനേറ്റർ ലതീഷ് നാരായണൻ എന്നിവർ സംസാരിച്ചു. SSLC +2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ മണലൂർ നിയോജകമണ്ഡലത്തിലെ വിദ്യാർത്ഥി പ്രതിഭകൾക്കുള്ള MLA അവാർഡ് സമ്മാനിച്ചു. മുരളി പെരുന്നെല്ലി MLA അവാർഡ്ദാന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വെങ്കടങ്ങ് അൽ ബസറ ഓഡിറ്റോറിയത്തിൽ നടന്ന അവാർഡ്ദാന ചടങ്ങിൽ മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ അധ്യക്ഷയായി. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ്, എളവള്ളി, പാവറട്ടി, മുല്ലശ്ശേരി, വെങ്കടങ്ങ്, വാടാനപ്പള്ളി, മണലൂർ പഞ്ചായത്ത് പ്രസിഡന്റുമാർ എന്നിവർ സംസാരിച്ചു. തൃശൂർ കോർപ്പറേഷൻ കുട്ടൻകുളങ്ങര 2ാം ഡിവിഷന്റെ നേതൃത്വത്തിൽ സൗജന്യ നേത്രപരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഡെപ്യൂട്ടി മേയർ ML റോസി ഉദ്ഘാടനം ചെയ്തു. ഡിവിഷൻ കൌൺസിലർ AK സുരേഷ് അധ്യക്ഷത വഹിച്ചു. ഡിവിഷൻ പ്രസിഡന്റ് K അജിത് കുമാർ, CDS മെമ്പർ വിജയലക്ഷ്മി തുടങ്ങിയവർ സംസാരിച്ചു. എളവള്ളി, താമരപ്പള്ളി, AT കുഞ്ഞുമോൻ സാഹിബ് JP ജംഗ്ഷൻ റോഡ് തുറന്നുകൊടുത്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ NB ജയ അധ്യക്ഷയായി. ജനപ്രതിനിധികളായ ബിന്ദു പ്രദീപ്, KD വിഷ്ണു, TC മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു. എടത്തിരുത്തി പഞ്ചായത്തിലെ 5, 6 വാർഡുകളിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ പ്രവർത്തനം ആരംഭിച്ച രാമംകുളം പദ്ധതിയിലെ അപാകതയ്ക്കെതിരെ ചന്ദ്രാപിന്നി ഈസ്റ്റ് കോൺഗ്രസ് വേറിട്ട പ്രതിഷേധം നടത്തി. 72 ലക്ഷം രൂപ ചെലവിട്ട് പ്രവർത്തനം ആരംഭിച്ച പദ്ധതി പൊതുജനങ്ങൾക്ക് ഗുണകരമാകുന്നില്ലെന്ന് ആരോപിച്ചാണ് കോൺഗ്രസ് ചന്ദ്രാപിന്നി ഈസ്റ്റ് കമ്മിറ്റി പദ്ധതിയുടെ ഭാഗമായി സ്ഥാപിച്ച പൊതു ടാപ്പിൽ റീത്ത് സമർപ്പിച്ച് പ്രതിഷേധിച്ചത്. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുനിൽ P മേനോൻ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. ചന്ദ്രാപിന്നി മണ്ഡലം പ്രസിഡന്റ് PD സജീവൻ അധ്യക്ഷത വഹിച്ചു. ഇന്നത്തെ സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 6605 രൂപ, പവന് 52,840 രൂപ. വെള്ളി ഗ്രാമിന് 94 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3653 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. വീണ്ടും പ്രധാന വാർത്തകൾ. ഒരുമനയൂർ ശാഖ റോഡിൽ ഉഗ്രശബ്ദത്തോടെ പൊട്ടിത്തെറി. പോലീസും ബോംബ് സ്ക്വാഡും സ്ഥലത്ത് പരിശോധന നടത്തി. സംഭവവുമായി ബന്ധപ്പെട്ട് യുവാവ് കസ്റ്റഡിയിൽ. കൊടുങ്ങല്ലൂർ SNDP നാരായണമംഗലം ശാഖയ്ക്ക് നേരെ ആക്രമണം. ഓഫീസിലെ ഗുരുദേവ ചിത്രവും ജനൽ ചില്ലുകളും തകർത്തു. കൈപ്പമംഗലം കുരിക്കുഴി കമ്പനിക്കടവിൽ മത്സ്യബന്ധനത്തിനിടെ വള്ളം മറിഞ്ഞ 3 തൊഴിലാളികൾക്ക് പരിക്കേറ്റു. കൊടുങ്ങല്ലൂരിൽ എഞ്ചിൻ നിലച്ച് കടലിൽ കുടുങ്ങിയ മത്സ്യബന്ധന വള്ളത്തിലെ 50ഓളം തൊഴിലാളികളെ രക്ഷപ്പെടുത്തി. ചാലക്കുടി ഇറിഗേഷൻ പദ്ധതിയിലെ വലതുകര മെയിൻ കനാലിൽ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടുന്നു. ദുർഗന്ധത്താൽ പൊറുതിമുട്ടി ആളൂർ, പാലക്കുടി പ്രദേശവാസികൾ.
തുമ്പൂർമൊഴി DMCയുടെ മഴയാത്രയ്ക്ക് തുടക്കമായി. മൺസൂൺ കാലഘട്ടത്തിൽ ഷോളയാർ വനമേഖലയിലേക്ക് നടത്തുന്നതാണ് മഴയാത്ര. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.